അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നല്ലൊരു സ്നാക്കിൻ്റെ വീഡിയോ കണ്ടാലോ? വളരെ എളുപ്പത്തിൽ പഴം വെച്ചിട്ട് തയ്യാറാക്കിയതാണ്. അധികം ചേരുവകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളം ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോഴത്തേക്കും 2 പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല പഴുത്ത പഴം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതത്ര പഴുത്തിട്ടില്ല എങ്കിലും ഇതുപോലത്തെ പഴം കിട്ടുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 2 പഴം ഒന്നിച്ചിട്ട് മുറിക്കുകയാണ്. ഇങ്ങനെ മുറിച്ചെടുത്താൽ പണി എളുപ്പത്തിൽ കഴിയുന്നതാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. എന്നിട്ട് വെള്ളം കുറച്ച് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കട്ട് ചെയ്തിട്ടുള്ള പഴവും 1/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞളും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഒന്ന് കൂട്ടിക്കൊടുത്താലും മതി. എന്നിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. തിളച്ച് വരുമ്പോഴത്തേക്കും 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. റവ ചേർത്ത ഉടനെ തന്നെ ഒന്ന് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. റവ പെട്ടെന്ന് കുറുകി വരുന്നതിന് വേണ്ടിയിട്ടാണ് തീ ഒന്ന് കുറച്ച് കൊടുക്കാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഈ റവ വെന്ത് കിട്ടില്ല. തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തിളക്കാൻ അനുവദിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലോട്ട് 3 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം. ഈ പഴമൊക്കെ ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുത്താലും മതി. ഇതേപോലെ ആയതിനു ശേഷം അതിലോട്ട് 1/2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഓപ്ഷനിലാണ്. വേണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ചേർത്താൽ നല്ലൊരു മണമാണ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തത്. ഇനി പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഇളക്കി മാറ്റാം. അതിനുശേഷം മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് 1/4 കപ്പ് മൈദാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു ബാറ്റർ പോലെ ആക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. കട്ടയില്ലാതെ നല്ല കട്ടിക്ക് വേണം കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്തിട്ട് ഒരു കട്ടിയുള്ള ഒരു ബാറ്ററാക്കി മാറ്റാം. ഇതേപോലെ. പിന്നെ ഒരു പ്ലേറ്റിലോട്ട് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പഴത്തിൻ്റെയൊക്കെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതേപോലത്തെയുള്ള ഒരു ഷേപ്പിലാണ് ആക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഷേപ്പിലൊക്കെ ആക്കി കൊടുത്താൽ നല്ല വോളിയവും കാണും. ഈ ഷേപ്പിലൊക്കെ ആക്കി കൊടുത്താൽ അങ്ങനെ എല്ലാം കൂടി ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. കയ്യിലോട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്താൽ മതി കയ്യിലോട്ട്. അങ്ങനെ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ബാറ്ററിലോട്ട് ഒന്ന് മുക്കിയെടുക്കുക. ഇതേപോലെ കട്ടി ഉണ്ടായിരിക്കണം. ഇങ്ങനെ മുക്കി എടുത്ത ഉടനെ തന്നെ ബ്രെഡ് ക്രംസിലോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് കവർ ചെയ്ത് എടുക്കണം. ഇങ്ങനെ മുക്കിയ പഴത്തിന് പെട്ടെന്ന് തന്നെ ബ്രെഡ് ക്രംസിലോട്ട് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ ബാറ്റർ ഈ പഴത്തിലിരുന്നിട്ട് ഡ്രൈ ആയി പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓരോന്ന് മുക്കിയെടുത്തതിന് ശേഷം അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതേപോലെ എടുക്കുക. അപ്പോഴത്തേക്കും ഞാനൊരു 4 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാവുന്നതാണ്. കാരണം ഓൾറെഡി എല്ലാം വെന്തതാണ്. ആ മൈദ പേസ്റ്റ് മാത്രമാണ് വേവാതായിട്ട് ഉള്ളത്. ബ്രെഡ് ക്രംസ് ആണെങ്കിൽ ഞാൻ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അതും അങ്ങനെ വേവാനൊന്നും ഇല്ല. ഒട്ടും തന്നെ എണ്ണയും കുടിക്കില്ല ഈ സ്നാക്ക്. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം. വളരെ പെട്ടെന്ന് ചായ തിളക്കം തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടി ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇതിനൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.